കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അപ്പോ സോങ് നന്നായി വന്നിട്ടുണ്ടല്ലേ? അതിലെന്താ സംശയം നിനക്ക്? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഞാനിപ്പോ ഡയറക്ടറോട് സംസാരിച്ചു വെച്ചതേ ഉള്ളൂ. ഇത്രയും കാലം ഈ കുട്ടിയെ എന്തേ പരിചയപ്പെടുത്താൻ ഞാനാ ചോദിച്ചേ. അതിന്ന് മനസ്സിലായില്ലേ നിനക്ക് നിന്റെ പെർഫോമൻസ് ഏത് റേഞ്ചിലാ ഉള്ളതെന്ന്? അതെയോ? നല്ല സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറയാൻ കേട്ടോ. നമ്മുടെ മുംബൈ ഡയറക്ടറോടും സംസാരിച്ചു. നിന്റെ ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് പെട്ടെന്ന് നിന്നെയും കൂട്ടി വാ, ഉടനെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങാന്നാ പറഞ്ഞേക്കുന്നു. നേരാണോ ജയ? ഒറ്റ സോങ് ഉണ്ട്, അതും അത് റിലീസ് ആവും മുമ്പേ. ഇത്രയും പോപ്പുലാരിറ്റി ഒക്കെ കിട്ടുമോ? ഇനി ആ സോങ് ഒന്ന് റിലീസ് ആയാലും എന്തൊക്കെയായിരിക്കും അല്ലേ? ഓർക്കുമ്പോ തന്നെ എനിക്ക് കുളിര് കോരുന്നു. ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കി ഇനി നീ മുംബൈയിലോട്ടൊക്കെ ചെന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴും അങ്ങോട്ട് പോവാന്നോർത്ത് കൊതിയാവാം. അതിരിക്കട്ടെ, ജയ ഈ വീഡിയോ ഇവിടെങ്ങും ആരും കാണില്ലല്ലോ അല്ലേ? അതൊന്നുമില്ല, അബ്രോഡിൽ മാത്രമേ ഉള്ളൂ. പ്രൊഡ്യൂസർ അങ്ങനെയല്ലേ പറഞ്ഞത്. എന്നാ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലുണ്ടല്ലോ, ഇവിടെ എല്ലാരും കൂടെ എന്നെ പഞ്ഞി കിട്ടുന്നിരിക്കും. മുംബൈയിലോട്ട് ചെന്നാ പിന്നെ നിന്റെ സ്റ്റാറ്റസ് വേറെയല്ലേ. ഇനി പഞ്ഞിക്കെട്ടുകളെ ഓർത്ത് പേടിക്കുന്നതിനാ? ഇനി നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. താങ്ക്സ് ജയ. എന്താ ശ്രേ, ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതെ ചേച്ചി, ജയനിപ്പോ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. വീഡിയോ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടത്രേ. അതെയോ? കൺഗ്രാറ്റ്സ്. എനിക്കറിയായിരുന്നു ശ്രേയെ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന. പക്ഷെ നിനക്കല്ലേ ഇപ്പോഴും എന്നെ വിശ്വാസമില്ലാത്ത? അയ്യോ, അങ്ങനെയൊന്നുമില്ല ചേച്ചി. വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ഈ കാര്യം ഞാൻ ചേച്ചിയോട് പറയായിരുന്നോ? എന്റെ സ്വപ്നം നിറവേറി, എനിക്ക് ഒത്തിരി സന്തോഷായി. എന്നും പറഞ്ഞ് ഇതോടെ നിർത്തിക്കളയരുത് കേട്ടോ. നീ ഒരു വലിയ ഹീറോയിൻ ആവണം. മോളിവുഡ്, ടോളിവുഡ്, ഹോളിവുഡ്, ഇങ്ങനെ എത്ര വുഡ്സ് ഉണ്ടോ അവിടെയെല്ലാം നീ ഒരു ഹീറോയിൻ ആവണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ചേച്ചി. 2 ദിവസത്തെ ഹോമം നടക്കാനിരിക്കുമ്പോഴല്ലേ ഈ പൊട്ടിക്കാളിക്ക് ഹീറോയിൻ ആവണ്ടേ. ഇവള് ഹീറോയിൻ ആവോ അതോ ഹോമത്തിനിരിക്കുമോ എന്ന് കണ്ടറിയണം. എന്താ ഊർമിളേച്ചി പറഞ്ഞേ? ജയൻ ഫോൺ ചെയ്തിരുന്നു ചേച്ചി, സോങ് വളരെ നന്നായിട്ടുണ്ടെന്ന്. അത് ഞാൻ പറയായിരുന്നു. എന്തിനാ ഇതൊക്കെ അവരോട് ചെന്ന് പറയുന്നത്? അവരെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞല്ലേ? ഊർമിള ചേച്ചി അത്രയ്ക്ക് ചീത്തയൊന്നുമല്ല. ഷൂട്ടിങ്ങിന്റെ കാര്യമൊന്നും വീട്ടിൽ പറഞ്ഞില്ലല്ലോ. എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതങ്ങനെയല്ല. ഒന്നുമില്ല വൈദേഹി ചേച്ചി, ചുമ്മാ കടന്ന് ചിന്തിക്കണ്ട. പ്രൊഡ്യൂസറെ ഒന്ന് വിളിച്ച് താങ്ക്സ് പറയണം. ഞാൻ ഇപ്പൊ വരാട്ടോ. പൊട്ടിക്കളി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഇതിന്. ആൾക്കാരെ തിരിച്ചറിയാനുള്ള പക്വത പോലും ഇപ്പോഴും ഇവൾക്കായിട്ടില്ല. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇന്നലെ ഇവിടെ ഒരു ഷൂട്ടിംഗ് നടന്നില്ലായിരുന്നോ? അതെ സർ. ആ ഡയറക്ടറെയോ പ്രൊഡ്യൂസറെയോ എങ്ങനെ നിങ്ങൾക്കറിയോ? അറിയില്ല സർ. അതിലൊരു പെൺകുട്ടി ഡാൻസ് ചെയ്തിട്ടുണ്ട്, അവളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഇല്ല സാറേ. എന്ത് പറ്റി സാർ? എനി പ്രോബ്ലംസ്? ഏയ് അങ്ങനെയൊന്നുമില്ല. ലൊക്കേഷൻ അന്വേഷിച്ച് വിളിച്ച ആ മാനേജറുടെ നമ്പർ നിങ്ങളുടെ കാണില്ലേ? എനിക്ക് ആ നമ്പർ ഒന്ന് വേണം. ഓക്കെ. ഹലോ, ഇന്നലെ ദ്വാരക റിസോർട്ടിൽ ഒരു സോങ് ഷൂട്ട് ചെയ്തില്ലേ? ആ പ്രൊഡ്യൂസറുടെ നമ്പർ ഒന്ന് തരുമോ? ചോദിക്കാതെ തരാൻ പറ്റില്ല സാറേ. നിങ്ങൾ ആരാന്ന് പറയാദ്യം. ആ റിസോർട്ടിന്റെ ഓണറാ. എന്താ കാര്യം എന്നോട് പറഞ്ഞാൽ മതി. സാറ് നേരിട്ട് അവരോട് സംസാരിക്കാനോ? സാരമില്ല, അതിലെ ആ ഹീറോയിന്റെ പേര് പറയാമോ? അതിനായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞോടായിരുന്നോ? എന്തായാലും റിലീസായ നിങ്ങളൊക്കെ കാണും. പേര് ശ്രേയ.
എന്താ ഭയങ്കര ടെൻഷനിലാണല്ലോ. ഒന്നുമില്ല ദേവേട്ടാ. ഫോൺ നമ്പർ ഒന്നും ചോദിച്ചേക്കല്ലേ. ഹീറോയിൻസിന്റെ നമ്പർ ആർക്കും കൊടുക്കാറില്ല. ശ്രേയ എന്തിനാ ഹീറോയിനായിട്ട് അഭിനയിച്ചേ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ പ്രൊഡ്യൂസറോട് സംസാരിച്ചാലേ സത്യം എന്താണെന്നറിയാൻ പറ്റൂ. ഹലോ, പറയൂ ദേവൻ സാർ. ഇന്നലെ ആ റിസോർട്ടിലൊരു ഷൂട്ടിംഗ് നടന്നില്ലായിരുന്നു? അതെ സാർ. എനിക്ക് ആ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും ഡീറ്റെയിൽസ് വേണം. ഇറ്റ്സ് ആൻ അർജന്റ്. എന്തിനാ സാറേ? പറഞ്ഞ പണി ചെയ്യാനത്. ഓക്കെ സാർ, ഞാനിപ്പോൾ തന്നെ അന്വേഷിച്ചിട്ട് പറയാം സാർ. ഹലോ സർ, ഞാൻ ശ്രേയ സംസാരിക്കുന്നത്. ശ്രേയേ, പറഞ്ഞോ. സാറേ, എനിക്ക് പ്രൊഡ്യൂസറിന്റെ നമ്പർ ഒന്ന് തരുമോ? സംസാരിക്കാനാ. കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞാ പോരെ? വേറൊന്നുമില്ല സാറേ, സോങ് വളരെ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു. പ്രൊഡ്യൂസറോടൊരു താങ്ക്സ് പറയാമെന്ന് കരുതി. താങ്ക്സ് പറയാനല്ലേ? ശ്രേയ താങ്ക്സ് പറഞ്ഞൊന്ന് ഞാൻ തന്നെ പറഞ്ഞോളാം. സാർ, വേറൊരു കാര്യം, സോങ് എപ്പോഴാ കാണിക്കാൻ പറ്റാന്ന് വെച്ചാ ഞാനപ്പോ സ്റ്റുഡിയോയിൽ വരാം. അതിനു വേണ്ടി സ്റ്റുഡിയോയിലേക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നാളെ ഇത് റിലീസ് ആവുമല്ലേ? ഇനി എല്ലാവർക്കും ഇത് ടിവിയിലും ഫോണിലും ഒക്കെ കാണാലോ. അയ്യോ, അത് ഇന്ത്യയിൽ റിലീസ് ചെയ്യില്ലെന്നല്ലേ പറഞ്ഞത്? എന്നാരാ കുട്ടിയോട് പറഞ്ഞത്? നമ്മുടെ ഭാഷയില് നമ്മുടെ നാട്ടിലെടുത്തത് പിന്നെ വേറെ എവിടെ കൊണ്ട് റിലീസ് ചെയ്യാനാ? അല്ല സാറേ, ഇവിടെ റിലീസ് ആവില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ അഭിനയിക്കാൻ സമ്മതിച്ചത്. ഇല്ല, ഞങ്ങൾ ആരോടും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഹലോ ഹലോ, ഹലോ സ്വീറ്റി. തേങ്ങാക്കൊല അതൊക്കെ കൈ വെച്ചാ മതി. ഈ ഷൂട്ടിങ്ങോടെ നീ എന്റെ ജീവിതം കുളം തോണ്ടിയില്ലേ? അതിനിപ്പോ എന്താ മോളെ പറ്റിയേ? ഞാൻ നിന്റെ മോളും കീളും ഒന്നും അല്ല. എന്റെ സോങ് ഇവിടെ റിലീസ് ആവില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇവിടെയാണല്ലോ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇല്ലല്ലോ, റിലീസ് ചെയ്യില്ലെന്ന് നമ്മളോട് പറഞ്ഞിരുന്നല്ലേ. പിന്നെങ്ങനെയാ അവര് റിലീസ് ചെയ്യാ? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? ഞാനിപ്പോ മാനേജറോട് സംസാരിച്ചു. ഇവിടെ എങ്ങാനും അത് റിലീസ് ചെയ്താ എന്റെ കാര്യം പിന്നെ പോക്കാം. എന്തെങ്കിലും ഒന്ന് ചെയ്യാ. നീ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ നോക്കിക്കോളാം. പ്രൊഡ്യൂസറോട് ഇപ്പൊ തന്നെ സംസാരിക്കാം. ഓക്കെ? എന്റെ ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? ഈശ്വര, സിനിമയിലെ ഹീറോയിനായ ശേഷം എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിനു മുൻപേ വീട്ടുകാരെങ്ങാനും അറിഞ്ഞാ ഇവിടെ എന്നെ അടിച്ചു പുറത്താക്കും. അച്ഛൻ എന്നെ കൊന്നു കളയും ചെയ്യും. എന്താ ചെയ്യാ ഈശ്വര? പറയ ചെയ്യാ. പ്രൊഡ്യൂസറോട് സംസാരിച്ചായിരുന്നോ? എന്താ പറഞ്ഞേ? ഇല്ല ശ്രേയേ, അയാള് ഫോൺ എടുത്തില്ല. പിന്നെന്താ ചെയ്യാ? എന്നെ ഒന്ന് രക്ഷിക്കേ. ആ സോങ് പുറത്താവാന്ന് നോക്കണം. നേരിട്ട് എന്ന് സംസാരിക്കാന്ന് വെച്ചാ ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ ശ്രേയേ. നാളെ നേരം വെളുത്തേ എത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്, പ്രൊഡ്യൂസറിന്റെ വീടിന്റെ അഡ്രസ് തരാം, നീ ചെന്ന് സംസാരിക്ക്. ഞാനോ? അതിലെന്താ പ്രശ്നം? പ്രൊഡ്യൂസർ നല്ലൊരു മനുഷ്യനാ. നിന്റെ പ്രശ്നം പറഞ്ഞ അയാൾക്ക് മനസ്സിലാവും. എനിക്കതൊന്നും പറ്റില്ല ജയ, എനിക്ക് പേടിയാകുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ശ്രേയേ? ഞാൻ അവിടെ ഇല്ലാത്തോണ്ടല്ലേ. അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് എന്ന് ചോദിച്ചേനെ. അഡ്രസ് ഞാൻ ഇപ്പൊ അയക്കാം, നീ ചെന്ന് നോക്ക്. ജയ പ്ലീസ്. നീ നേരിട്ട് ചെന്ന് അയാളോട് കാര്യം പറ. അല്ലെങ്കിൽ അതെങ്ങാനും ഇവിടെ റിലീസ് ചെയ്താലോ, പിന്നെ എന്നെ പറയരുത്. പെട്ടുപോയല്ലോ ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യാ? ചേച്ചി, 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 ശ്രേയ, ചേച്ചി. എന്താ നിനക്ക് പറ്റിയത്? ചേച്ചി, അത് ഞാനാകെ പ്രശ്നത്തിലായിരിക്കുക. പ്രശ്നം എന്താന്ന് പറ.
നമ്മുടെ ഭാഷയിൽ നമ്മുടെ നാട്ടിലെടുത്തത് പിന്നെ വേറെ എവിടെ കൊണ്ട് റിലീസ് ചെയ്യാനാ? ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ ശ്രേയെ. നാളെ നേരം വെളുത്തേ എത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്, പ്രൊഡ്യൂസറിന്റെ വീടിന്റെ അഡ്രസ്സ് തരാം, നീ ചെന്ന് സംസാരിക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്യ് ചേച്ചി. ആ സോങ് അവർ ഇന്ത്യയിൽ റിലീസ് ചെയ്ത എന്റെ കാര്യം അതോടെ കഴിയും. മതിയായോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന അറിയാവുന്നോണ്ടാ വേണ്ടാന്ന് പറഞ്ഞത്. നീ അനുസരിച്ചില്ലല്ലോ. ഇപ്പിനി എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി, കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് റിലീസ് ആവാതെ നോക്കണ്ടേ ചേച്ചി? ഞാൻ പുറത്തിറങ്ങിയ എവിടേക്കാ എന്തിനാന്നൊക്കെ വീട്ടുകാരൊക്കെ ചോദിക്കും. ഞാൻ അഡ്രസ് പറയാം ചേച്ചി. എനിക്ക് പകരം ചേച്ചി ഒന്ന് പോണം. പ്രൊഡ്യൂസറെ കണ്ട് കാര്യം പറയണം. ഞാനോ? ഞാൻ ചെന്നെന്ത് പറയാനാ? ചേച്ചി പ്ലീസ് ചേച്ചി. എപ്പോഴും എന്നെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് ചേച്ചിയല്ലേ. ഇപ്പോഴും എനിക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ. ഒന്ന് സഹായിക്ക ചേച്ചി. എന്നെക്കാളും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ചേച്ചിയെ മിടുക്കി. പ്ലീസ് 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 ചേച്ചി. ഈ പാതിരാത്രിക്ക് ഞാൻ എങ്ങോട്ടെന്ന് വെച്ചാ പോവാ? ആരോടാ ചെന്ന് ചോദിക്കാ? ഞാൻ പറയാം ചേച്ചി. ആദ്യം അഡ്രസ് തരാം. അവിടെ ചെന്ന് പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചാ ആരെങ്കിലും പറഞ്ഞു തരും. പ്ലീസ് ചേച്ചി. നേരം വെളുത്തു കഴിഞ്ഞ് അവര് റിലീസ് ചെയ്യും. ഇപ്പൊ പോയാലേ കാര്യമുള്ളൂ. അതിനിപ്പോ അവര് സമ്മതിക്കണ്ടേ ശ്രേയെ? സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി ചേച്ചി ചെന്നൊന്ന് സംസാരിക്കേ എനിക്ക് വേണ്ടി പ്ലീസ്. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുന്നത്. പോയിട്ട് വന്നോളാം. അതിനുള്ളിൽ ടെൻഷനാ പേടിയാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആരോട് ചെന്ന് പറഞ്ഞേക്കരുത്. പ്രത്യേകിച്ച് ഊർമിള ചേച്ചിയോട്. ആ ശരി ചേച്ചി. എന്നാ ശരി, അഡ്രസ് തന്നേ. ഒന്ന് പോ ചേച്ചി. രക്ഷപ്പെട്ടു. വൈദേഹി, മോളെ, നീ ദേവനെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല എന്തുമേ. ഇത്രയും നേരമായിട്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ മോളെ. അതിരിക്കട്ടെ, നീ ഈ സമയത്ത് എവിടെ പോവാ? ഇന്ദുമേ, ഞാൻ എനിക്ക് മനസ്സിലായി. ആനന്ദിനെ കാണാൻ പോവായിരിക്കുമല്ലേ. സാരമില്ല, ചെല്ല്. ചേട്ടാ, ഞാൻ പറഞ്ഞു തന്ന അഡ്രസ്സിക്ക് ഒന്ന് പെട്ടെന്ന് കൊണ്ടുവിടുവോ? ചേട്ടാ, ഇനി എത്ര നേരം എടുക്കുമായിരിക്കും? ദേ ആ കാണുന്ന ബിൽഡിംഗ്. എന്തു പറ്റി? വല്ലാത്ത ടെൻഷനിലാണല്ലോ. ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ലാന്ന് പറയുമ്പോ തന്നെ ടെൻഷനിലാന്ന് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. എന്താ ശ്രേ, എന്നോട് നീ ഒളിപ്പിക്കാൻ നോക്കുക? നിന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടും ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ചേച്ചിയോട് പറയാതിരുന്നത് കൊണ്ട് ആരും അറിയാതിരിക്കില്ല. ഷൂട്ടിങ്ങിന് മുമ്പ് ആ സോങ് ഇവിടെ റിലീസ് ചെയ്യില്ലെന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോ അതിവിടെ റിലീസ് ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നു. ആ അതെയോ? ഇത് കഷ്ടമായി പോയല്ലോ. നീ ആ പ്രൊഡ്യൂസറോട് സംസാരിച്ചോ? ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ചേച്ചിയെ പറഞ്ഞയച്ചിരിക്കുക. എവിടേക്ക്? പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട്. അയ്യോടാ, ഈ സമയത്ത് എന്തിനാ ചേച്ചിയെ പറഞ്ഞയച്ചേ? അതത്ര നല്ല സ്ഥലമൊന്നുമല്ലല്ലോ. അവിടെയുള്ള മനുഷ്യരും നല്ലവരായിരിക്കില്ല. എന്ത് ചെയ്യാനാ? എന്റെ മുൻപിൽ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. എന്റെ ചേച്ചിക്ക് നല്ല ധൈര്യമുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കും.
എന്ത് സമ്മതിപ്പിക്കാൻ? പോയവള് തിരിച്ചു വന്നിട്ട് വേണ്ടേ? വന്നാലും പോയ പോലെ അവള് തിരിച്ചു വരില്ല. അവിടെ അവളുടെ ചാപ്റ്റർ ക്ലോസ്. വീഡിയോ റിലീസായതും ഇവിടെ നിന്റെ ചാപ്റ്ററും ക്ലോസ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. എന്നാ ചേട്ടാ. ആ ശരി. എന്താ മോളെ, ഹാഫ് സാരി എടുത്തോണ്ടാണോ പാർട്ടിക്ക് വരുന്നത്? ചേട്ടാ ഞാനിവിടെ പാർട്ടിക്കല്ലേ വന്നേ? വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ലേ? എന്റെ അനുജത്തി എന്ത് പറ്റി? എന്താ നിന്റെ പ്രശ്നം? ഹോട്ട് ആൻഡ് സ്വീറ്റ് ആൻഡ് സെക്സി ആയി വന്നോടായിരുന്നു. നോട്ടം കൊണ്ടേ കുട്ടിക്കുറുമ്പനെ വീഴ്ത്താനായി വന്നവളല്ലോ. ഏയ് മാറി നിൽക്കടാ കുട്ടി. പറഞ്ഞോ, ഞാനാ പ്രൊഡ്യൂസർ. എന്താ നിനക്ക് വേണ്ടേ? അത് എന്റെ അനിയത്തി. കേൾക്കുന്നില്ലല്ലോ. ഇങ്ങ് വന്നേ. ചേട്ടാ വാ മോളെ, ഇങ്ങ് വാ. പറഞ്ഞോ, എന്താ നിന്റെ പ്രശ്നം? ചേട്ടാ അന്നവിടെ. അയ്യോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. വാ വാ, ഇങ്ങ് വന്നേ. വാ വാ മോളെ, ധൈര്യമായിട്ട് വാ. കേറ് വാ. വാ അകത്തേക്ക് വാ. കടുത്ത ബോംബും നിർവീര്യമാക്കും വമ്പ് കാട്ടും പയ്യനവൻ. എന്താ നിന്റെ പ്രശ്നം? ഞാൻ ശ്രേയയുടെ ചേച്ചിയാണ്. ഇന്നലെ ഷൂട്ടിങ്ങിൽ അഭിനയിച്ചില്ലേ? ചേട്ടാ, ഇതെങ്ങാനും റിലീസ് ആവുകയാണെങ്കിൽ അവളുടെ ജീവിതം തകർന്നു പോവും. അതുകൊണ്ട് ചേട്ടനൊന്ന് സഹായിക്കണം. ആ വീഡിയോ റിലീസ് ആവാതെ നോക്കണം. കാല് പിടിക്കാം, പക്ഷെ അത് പുറത്തു വരരുത്. നീ ഇത്രയ്ക്ക് കാല് പിടിച്ച് അപേക്ഷിച്ച ഞാനത് ചെയ്യൂ മോളെ. നീ പേടിക്കേ വേണ്ട. അതിന് പകരമായിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കണമല്ലോ.